ഹലോ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC CGL 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു. ഇന്നലെ രാത്രിയാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നത്. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് നമ്മൾ ഈ 2025 CGL നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ ആൾക്കാർക്കും കുറച്ച് നാളുകളായിട്ട് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഒരു സന്തോഷ വാർത്തയാണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ട് വന്നിരിക്കുന്നു. ഇനിയും വേക്കൻസീസിൻ്റെ നമ്പർ ഒരുപക്ഷെ കൂടിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SSC CGL എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. SSC CGLന്റെ വേക്കൻസീസ്, അതുപോലെ തന്നെ പരീക്ഷയുടെ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ വർഷത്തെ എക്സാമിനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ വർഷം SSC CGL എക്സാംസിന് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ പല സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CGL 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു. 9/6/2025 മുതൽ 4/7/2025 വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഇന്നലെ രാത്രിയാണ് ഏകദേശം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 9 തന്നെയാണ്. അപ്പോൾ ജൂൺ 9 വൈകുന്നേരം തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ വന്നു. 9 മുതൽ, അതായത് ജൂൺ 9 മുതൽ ജൂലൈ 4 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഇനി ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റിസീപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 4/7/2025 23 മണി, അതായത് 11 മണി, രാത്രി 11 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക. ലാസ്റ്റ് നിമിഷത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. ഇനിയും ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 5/7/2025. ഇനിയും വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം കൊടുക്കാറുണ്ട്. അത്തരത്തിൽ SSCയുടെ CGL എക്സാമിൻ്റെ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ 9/7/2025. നമ്മുടെ ആപ്ലിക്കേഷൻ 4 എൻഡ് ചെയ്തിട്ട് 9 മുതൽ 11 വരെയുള്ള സമയങ്ങളിലാണ് ആപ്ലിക്കേഷൻ ഫോം കറക്ഷന് വെച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇനി ടയർ 1 എക്സാമിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ എന്നാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ. അപ്പോൾ ഓഗസ്റ്റ് പകുതി മുതലാണ് നമ്മുടെ പരീക്ഷകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് മാസം നിൽക്കുന്നു? ജൂൺ മാസം നിൽക്കുന്നു. അപ്പോൾ ജൂൺ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്. നമ്മുടെ മുമ്പിൽ 3 മാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാസം ഇല്ല. അതായത് ഇപ്പോൾ നമ്മൾ ജൂൺ 10 നിൽക്കുന്നത് അല്ലേ. ജൂലൈ 10, ഓഗസ്റ്റ് 10, മെയ് കഴിഞ്ഞു, ജൂൺ എത്തി. ജൂൺ 10, ജൂലൈ 10 ഒരു മാസം, ഓഗസ്റ്റ് 10 2 മാസം. ഏകദേശം 2 മാസം അല്ലെങ്കിൽ 2 മാസവും കുറച്ച് ദിവസങ്ങളും അല്ലെങ്കിൽ ആഴ്ചകളും 2 to 2.5 മാസമാണ് നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത്. ഒരു 2 months തന്നെ ചിന്തിച്ചാൽ മതി. 2 മാസം 60 ദിവസമാണ് ഇനിയും നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്ലാൻ. അതുകൊണ്ട് വളരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് SSC CGL എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന ഒരു സമയമുണ്ട്. അതായത് കുറച്ച് നാളുകളായിട്ട് പഠിച്ച് അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. 60 ദിവസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇതിന് ശേഷം ഓഗസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ടയർ 2 പരീക്ഷ ഉണ്ട്. ടയർ 1 ക്വാളിഫൈ ആയാൽ ടയർ 2 പരീക്ഷയുണ്ട്. ആ പരീക്ഷയാണ് നിങ്ങളുടെ ഫൈനൽ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സാം ടയർ 2 എക്സാമിൻ്റെ ഡേറ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഡേറ്റ് നോക്കിയാൽ ഡിസംബർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത്രയും മാസം നിങ്ങൾക്ക് ടയർ 2 ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു അവസരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം 2 months നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഒക്കെ സ്ട്രോങ്ങർ ആയിട്ട് പഠിച്ച, അത്യാവശ്യം ബേസിക്സ് നന്നായിട്ട് +2 വരെ പഠിച്ച ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ മാത്സും റീസണിങ്ങും അത്യാവശ്യം എബിലിറ്റി ഉള്ള ആളാണെങ്കിൽ, ഇനിയുള്ള 2 months കൊണ്ട് ഒരു തരത്തിൽ നിങ്ങൾക്ക് ടയർ 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയും ടയർ 2 വേണ്ടി പഠിക്കാൻ അത്യാവശ്യം സമയവും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഡിസംബർ വരെയുള്ള സമയമുണ്ട്. 6 മാസത്തിനടുത്ത് നിങ്ങളുടെ മുമ്പിൽ സമയവുമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ച്, വളരെ ഏബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനതൊരു ഫോൾസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പറയുകയല്ല. ഇത് വളരെ സിൻസിയർ ആയിട്ട് നല്ല ഫൗണ്ടേഷനുള്ള നന്നായിട്ട് പഠിച്ച ഫ്രഷർക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാം. മോസ്റ്റ്ലി കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും ഈ എക്സാംസ് ക്ലിയർ ചെയ്യുന്നത്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ടാണ്
ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, 180030093063 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിളിച്ച് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSC-CGL 2025 പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുപാട് കോഴ്സസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലർ കോഴ്സ് ഏകദേശം നമ്മുടെ വൈൻഡപ്പ് ചെയ്യാറായി, അതായത് ലൈവായിട്ട് നമ്മുടെ കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഏകദേശം ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ തീർത്തു. റെഗുലർ ആയിട്ട് ലോങ് ടേം ആയിട്ട് പഠിച്ചു വരുന്ന ബാച്ച് ആയിരുന്നു ഉള്ളത്. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റഡ് ആണ്. കണ്ടൻസ് പാക്കഡ് ആയിട്ട് തന്നെ അത് പഠിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൂടാതെ ഈ വർഷത്തെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചാണ് ഇത്. ഒന്ന് പഠിച്ച് ബേസിക്സ് ഒക്കെ ഓക്കെ ആയവരെ സംബന്ധിച്ച് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള മാത്സ് എടുക്കുന്നത് അദ്വൈത് സാർ തന്നെയാണ് മാത്സ് എടുക്കുന്നത്, റീസണിങ് എടുക്കുന്നത് ശരത് സാർ ആയിരിക്കും. അതുപോലെ തന്നെ GK എടുക്കുന്നത് നമ്മുടെ നിത്യ മിസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഐശ്വര്യ മിസ് ഉണ്ടാവും, അമൃത മിസ് ഉണ്ടാവും. അങ്ങനെ ഒരു ബെറ്റർ ടീം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുക്കുന്നത് റീമ മിസ്സും അതുപോലെ അതുൽ സാറുമാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ ഫൈനൽ റൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇനിയുള്ള 60 ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന രീതിയിൽ ബെറ്റർ ക്വസ്റ്റ്യൻസ് വിത്ത് ബെറ്റർ സൊല്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ട് 1999 പ്രൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇവിടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. താല്പര്യമുള്ളവർ എൻറോൾ ചെയ്തോളുക SSC-CGL ക്രാഷ് കോഴ്സ്. ഇനിയും മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം. ഏജ് ലിമിറ്റ് SSC-CGL എക്സാമിനെ സംബന്ധിച്ച് ഹയർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ചില പോസ്റ്റുകൾക്ക്, അതായത് JSO പോലുള്ള പോസ്റ്റുകൾക്ക് ഹയർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 32 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് എഴുതാൻ പറ്റുന്നത്. അത് വളരെ കുറച്ച് നമ്പർ ഓഫ് പോസ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. കൂടുതൽ പോസ്റ്റുകൾക്കും ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. 20 മുതൽ 30 വരെയുള്ള വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുണ്ട്. 18 മുതൽ 27 വരെ. അപ്പോൾ ഹയർ ഏജ് ലിമിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 32 ഹയർ ഏജ് ലിമിറ്റ്. ആ ഹയർ ഏജ് ലിമിറ്റ് 32 എന്ന് പറഞ്ഞാലും JSO പോലെയുള്ള പോസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം നമ്പർ ഓഫ് പോസ്റ്റ് ഉള്ളൂ. മാക്സിമം പോസ്റ്റുകൾ 30 ആണ് ഏജ് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. CGLന്റെ ഏജ് ലിമിറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 30 ആണ്. 30 വയസ്സ് വരെ, 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഡേറ്റ്, അവരുടെ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രൂഷ്യൽ ഡേറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. നോട്ട് ഏർലിയർ ദാൻ 2895 മുമ്പ് ആവരുത്. ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/8/2007. ഈ 2 ക്രൂഷ്യൽ ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓരോന്നിൻ്റെയും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ SC/ST കാറ്റഗറിക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക്ഡ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ചില പോസ്റ്റുകളുണ്ട്. അവർക്ക് 10 വർഷം ഹയർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട്. അൺറിസർവ്ഡുകാർക്കാണ് 10 വർഷം. ഇനിയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക്ഡ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ SC/ST കാറ്റഗറി ആണെങ്കിൽ 10+5 15 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിയാണ് PWDയിലുള്ളതെങ്കിൽ അവർക്ക് 10+3 13 വർഷത്തെ ഏജ് റിലാക്സേഷനും ആക്ച്വലി വരുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിനകത്ത് പറയുന്നതാണ്. ഇനിയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പലപ്പോഴും പല വർഷങ്ങളിലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ പഠിക്കുമ്പോൾ ആ വർഷത്തെ ഫൈനൽ ഇയേഴ്സിന് പരീക്ഷ എഴുതാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഡിഗ്രി, ബേസിക് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾക്കറിയാം. JSO പോസ്റ്റിന്, JSO എന്ന് പറയുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോസ്റ്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 60% ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ പറയുന്നുണ്ട്. അതായത് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 60% ഇൻ മാത്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ, 60% മാത്സ് വിത്ത് 12th സ്റ്റാൻഡേർഡ് ലെവൽ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് അറ്റ് ഡിഗ്രി ലെവൽ. ഇത് JSO പോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏറ്റവും താഴെ ഓൾ അതർ പോസ്റ്റ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലന്റ്. നിങ്ങൾ ഡിഗ്രി, ബാച്ചിലേഴ്സ് നോർമൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഏത് ഡിഗ്രി ആയിക്കോട്ടെ, BTech ഡിഗ്രി ആണെങ്കിലും BSc ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് SSC-CGL എക്സാമിന് അപ്ലൈ ചെയ്യാം. ഈ 2 പോസ്റ്റിൻ്റെയും സ്പെഷ്യലായിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചത്, കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ദെയർ ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ.
അതായത് ഫൈനൽ ഇയർ, ഇവിടെ പറയുന്നത് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദിയർ ഫൈനൽ ഇയർ ഓഫ് ദിയർ ഗ്രാജുവേഷൻ, അതായത് ഫൈനൽ ഇയർ എക്സാം എഴുതി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും അപ്ലൈ ചെയ്യാമെന്ന് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഹൗവർ ദേ മസ്റ്റ് പോസസ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അസ് ഓൺ 1/8/2025. 1/8/2025 മുമ്പ് അവരുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവരുടെ ഫൈനൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കണം എന്നാണ് എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ്ലി ഫൈനൽ ഇയേഴ്സിനെല്ലാം 2025 SSC CGL എഴുതാം എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 1/8/2025 കംപ്ലീറ്റ് ആവുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ SSC CGL തന്നെ എഴുതാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് വേക്കൻസീസ് ആണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടെനേറ്റീവ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാം. ദർ ആർ അപ്രോക്സിമേറ്റ് 14,582 വേക്കൻസീസ് ആസ് ഓഫ് നൗ. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്പർ അനുസരിച്ച് ജൂൺ 9 അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി അനുസരിച്ചിട്ട് 14,500 അടുത്താണ് വരുന്നത്. 18,000 വേക്കൻസി ലാസ്റ്റ് വർഷം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വേക്കൻസീസിന്റെ നമ്പർ ഇനിയും കൂടാം. ഒരു 16,000 റേഞ്ചിലേക്ക് ഒരു പക്ഷേ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തേക്കാം. ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ള വേക്കൻസീസ് അനുസരിച്ച് ഒരു പക്ഷേ നമ്പേഴ്സ് കൂടിയേക്കാം. അപ്ഡേറ്റഡ് വേക്കൻസീസ് ഇഫ് എനി along with പോസ്റ്റ് വൈസ് ആൻഡ് കാറ്റഗറി വൈസ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് കമ്മീഷൻ. അതായത് വേക്കൻസി അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാൻഡിഡേറ്റ്സ് മേ നോട്ട് ദാറ്റ് സ്റ്റേറ്റ് വൈസ് സോൺ വൈസ് വേക്കൻസീസ് ആർ നോട്ട് കളക്ടഡ് ബൈ ദ കമ്മീഷൻ. Candidates are advised to approach the concerned user departments for information pertaining the zone wise and state wise vacancies. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇനി എക്സാമിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, സ്കീമിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എക്സാം പാറ്റേണിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം 2024 പരീക്ഷ നടത്തിയപ്പോൾ മറ്റ് പല പ്രശ്നങ്ങൾ എക്സാം കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, സിലബസുമായിട്ട് ബന്ധപ്പെട്ട്, എക്സാം പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കൺസേൺസ് SSC അറിയിക്കും, അതിനുള്ള സൊല്യൂഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 എക്സാമിൽ എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എക്സാം സ്കീമിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു മാറ്റങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ CBT 2 ടയർ എക്സാംസ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ടയർ 1ഉം ടയർ 2 മാത്രമേ ഉള്ളൂ. ടയർ 3 ടയർ 4 ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കേണ്ടത്. ടയർ 1 എക്സാമിന് നമ്മുടെ സ്ഥിരം പാറ്റേൺ തന്നെ 100 ചോദ്യങ്ങൾ, 25 ചോദ്യങ്ങൾ ഒരു സെക്ഷനിൽ നിന്ന്, 100 ചോദ്യങ്ങൾ ഒരു സെക്ഷന് 50 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, നെഗറ്റീവ് മാർക്കും ഉണ്ട്, അര മാർക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. 1 hour തന്നെയാണ് എക്സാം ഡ്യൂറേഷൻ, വ്യത്യാസങ്ങളൊന്നുമില്ല. റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ് ടയർ 1 വരുന്നത്. ടയർ 2 വ്യത്യാസങ്ങളൊന്നുമില്ല. ടയർ 1 ക്വാളിഫൈഡ് ആവുന്നവർക്ക് ടയർ 2 വ്യത്യാസമൊന്നുമില്ല. സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ അബിലിറ്റീസ്, മാത്സ്, റീസണിങ് 60 ചോദ്യമാണ്. 60 ചോദ്യത്തിന് 180 മാർക്കാണ്. 1 hour ഫോർ ഈച്ച് സെക്ഷൻ ആണ് പറഞ്ഞത്. ഒരു സെക്ഷന് 1 മണിക്കൂറാണ് 60 ചോദ്യങ്ങൾ ഇവിടെ ചെയ്യാൻ. സെക്ഷൻ 2 വരുമ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും ജനറൽ അവയർനെസ്സും ആണ്. ഇംഗ്ലീഷ് 45 ചോദ്യം, ജനറൽ അവയർനെസ് 25 ചോദ്യം, അങ്ങനെ 70 ചോദ്യങ്ങൾ. 70 × 3 210 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ്റെയും ഇൻഡിവിജ്വൽ അവേഴ്സ്, ടൈംസ് ഇവിടെ പറയുന്നുണ്ട്. ഇതുപോലെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം കഴിഞ്ഞാൽ സെക്ഷൻ 3 ഉണ്ട്. കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. 20 ക്വസ്റ്റ്യൻസ് 20 × 3 60 മാർക്സ് ആണ്. ഇങ്ങനെ നമ്മുടെ ഓരോ സെക്ഷൻസും കഴിഞ്ഞ വർഷം 2024 അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. സെഷൻ 2 ആയിട്ട് ഡേറ്റ എൻട്രി ടെസ്റ്റ് ഉണ്ട്, ഡെസ്ക് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് നോർമലി എല്ലാ വർഷവും കണ്ടക്ട് ചെയ്ത അതേ തരത്തിൽ തന്നെയാണ്. ടെസ്റ്റും ക്വാളിഫൈ ചെയ്യേണ്ടതാണ് CGL എക്സാമിന്. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് അത് എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല, ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് ഈ പേപ്പർ 2 ഉള്ളത്. നോർമലി ഇതാണ് നമ്മളുടെ ഒരു കോമൺ ആയിട്ടുള്ള എക്സാം പാറ്റേൺ എന്ന് പറയും. പേപ്പർ 1 എന്ന് കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത്. പേപ്പർ 2 കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അതായത് മിനിമം മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്യേണ്ട സെക്ഷനാണ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിലബസിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ലാസ്റ്റ് വർഷം വന്ന അതേ സിലബസ് തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് വർഷം വന്ന അതേ സിലബസ് തന്നെയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിലബസിൽ ഓരോ ടോപ്പിക്കുകളും എടുത്തു പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിലബസ് നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് വർഷം കണ്ടതാണ്, സിലബസിനകത്ത്
വ്യത്യാസം ഒന്നുമില്ലെങ്കിലും ഇമോഷണൽ ഇൻ്റലിജൻസ്, സോഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റീസണിങ്ങിൻ്റെ സിലബസിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്സാം പാറ്റേണിലൊക്കെ നമ്മൾ ചില ചേഞ്ചുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനകത്തുള്ള സിലബസ് വൈസുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ഒരു മാറ്റം വരുത്തി നമ്മൾ നോക്കേണ്ടത് ആവശ്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ജനറൽ അവയർനെസ് സിലബസിനകത്ത് യാതൊരു മാറ്റവും ഇല്ല, എല്ലാ വർഷങ്ങളിലും പഠിക്കേണ്ട അതേ സിലബസ് തന്നെ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമ്മളുടെ സെയിം സിലബസ് ആണ്. പക്ഷേ ഇതിനകത്ത് ചില ടോപ്പിക്കുകൾ എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതും ലാസ്റ്റ് ഇയറിൽ അതേ സിലബസ് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ സിലബസ് ഒന്ന് ക്ലിയർലി നമ്മൾ ഒബ്സർവ് ചെയ്ത് ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ചില ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ ഗ്രാഫ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പം പലപ്പോഴും ഈ ടോപ്പിക്കുകൾ ജസ്റ്റ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് കൊണ്ട് കാൻഡിഡേറ്റ്സ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കറക്റ്റ് ഇംഗ്ലീഷ് ഇസ് ബേസിക് കോംപ്രിഹെൻഷൻ ആൻഡ് റൈറ്റിംഗ് എബിലിറ്റീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് അണ്ടർഗോൺ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ വിൽ ബി റിക്വയർഡ് ടു റിപ്പോർട്ട് ദ എക്സാമിനേഷൻ സെന്റർ 2 hours ബിഫോർ ഷെഡ്യൂൾഡ് സ്റ്റാർട്ട് ഓഫ് എക്സാമിനേഷൻ. അതായത് ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ചെയ്യണമെന്ന് ദിശ അക്കാഡമിയുടെ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ദ സ്റ്റാർട്ട്, പരീക്ഷ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തണമെന്നാണ് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് 2 മണിക്കൂർ മുമ്പേ ചെന്ന് അവിടെ കുറേ നേരം നിങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ മെൻ്റലി നിങ്ങളത് ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരും നിൽക്കണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ SSC CGL എക്സാം 2025 ഒരു 60 ദിവസങ്ങൾക്കപ്പുറം നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ദിശ അക്കാഡമിയോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ദിശ അക്കാഡമിയുടെ SSC CGL കോഴ്സിന് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അല്ലാത്തവർ സെൽഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. കുറേ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ സ്ട്രോങ്ങർ ആവുക. ഇനിയുള്ള സമയം വളരെ ക്രൂഷ്യലാണ്. ഇനിയുള്ള 60 ദിവസം അല്ലെങ്കിൽ 70 ദിവസം നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നു. സോ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.